എന്തുകൊണ്ടാണ് ഒന്നിന് പിറകെ ഒന്നായി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബൈബിൾ നിരോധിക്കുകയോ അല്ലെങ്കിൽ നിരോധിക്കണമെന്ന് അവിടുത്തെ മാതാപിതാക്കൾ ആവശ്യപ്പെടുകയോ ചെയ്യുന്നു? അതറിയണമെങ്കിൽ ഒരൊറ്റ തവണ നിങ്ങൾ ഈ ബൈബിൾ ഒന്ന് മുഴുവൻ വായിച്ചാൽ മതി. ദൗർഭാഗ്യവശാൽ ഞാൻ ഈ ചോദ്യം, നിങ്ങളിൽ എത്ര പേര് ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ട, കൈ പൊക്കണ്ട. ഒരുപക്ഷെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 0.00001%. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇന്നും വിശുദ്ധ ഗ്രന്ഥമായി ഈ ബൈബിൾ നിലകൊള്ളുന്നത്. മറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ 46 അധ്യായങ്ങളും ന്യൂ ടെസ്റ്റ്മെന്റിലെ 27 അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന